ഹലോ ഗീസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ. ഇപ്പം നിങ്ങൾ ഈ വേൾഡ് നോക്കിക്കാൻ മനസ്സിലാവും, ഇതൊന്നും അല്ലായിരുന്നു നേരത്തെ ഞാൻ പണിഞ്ഞു വെച്ചിരുന്നത്. ഇത് വേറൊരു വീടായിട്ട് തോന്നുന്നതല്ല, ഇത് വേറൊരു വീടാണ്, വേറൊരു വേൾഡാണ്, എല്ലാം വേറെയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ജാവ ലോഞ്ചറിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, അതായത് 1.26 റൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ലോഞ്ചർ മാറ്റി, ഇപ്പം മോജോ ലോഞ്ചർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എല്ലാ സാധനങ്ങളും എല്ലാം വർക്കാവുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വേൾഡ് പൊജാവ ലോഞ്ചറിൻ്റെ കൂടെ പോയി. കാരണം ഞാൻ ഈ വേൾഡിൻ്റെ ആരും ഓർത്തില്ല, ജസ്റ്റ് അങ്ങ് ആപ്പോടെ ഡിലീറ്റ് ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് ഈ ഒരു വേൾഡ്, ഈ സീഡ് എൻ്റെ റെക്കോർഡിങ് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു സീഡ് വെച്ചിട്ട് പുതിയൊരു വേൾഡിൽ ക്രിയേറ്റ് ചെയ്ത്. ഇത് നേരത്തെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് 1.20 ആണ്. ഇതിപ്പോൾ 1.21 ആണ്. ഞാൻ 26 ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒപ്റ്റിഫൈൻ ഇല്ല. ഒപ്റ്റിഫൈൻ്റെ 1.26ൻ്റെ വേർഷൻ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യും, 1.21 കളിക്കും. അതാണ് ലാസ്റ്റ് അപ്ഡേറ്റ് ഒപ്റ്റിഫൈൻ്റെ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിൽ പോയി. ഇന്ന് നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാം ക്രിയേറ്റ് ചെയ്യാൻ പോണ്. ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് ബ്രെഡ് വേണം. ഈ ഒരു ഫാം അല്ല ഇത്, ഞാൻ ജസ്റ്റ് തൽക്കാലത്തേക്ക് എൻ്റെ ഒരു ഇതിനും ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് ഒരു ഫുഡിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് നില ഇതൊന്നുമില്ല, ഐ മീൻ ഒറ്റ രീതിയിൽ തന്നെ എന്തൊരു സാധനമാണ്. ഞാൻ ഈ ഒരു ബിൽഡിറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ് ഈ സാധനങ്ങളെല്ലാം ചെയ്തത്. ഐ മീൻ ഈ വീട് വെച്ചത്. എനിക്കൊന്ന് ഇച്ചിരി കൂടി എളുപ്പമായിരുന്നു. അതേ നോക്കി കറക്റ്റ് അവരെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ സീനില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നെന്തായാലും അത് നോക്കി തന്നെയാണ് ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ല, എനിക്ക് അതിനുള്ള ഇതൊന്നുമില്ല, എനിക്ക് ബിൽഡ് ചെയ്യാൻ അറിഞ്ഞൂടാ. അപ്പം ഈ ഒരു വീടിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ കഴിഞ്ഞോട്ട് ചെയ്തത് തന്നെ, അതേപോലെ തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. ഞാൻ വലിയ 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 വ്യത്യാസങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഞാൻ സ്ക്രീൻ റെക്കോർഡർ ഓഫാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ ഒന്ന് തേപ്പിച്ച് പിടിക്കട്ടെ. ഞാൻ എന്തൊരു ഗെയിം കളിക്കുന്ന കൂട്ടത്തിൽ തന്നെ അങ്ങ് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പോകും. അതാ എനിക്ക് തോന്നുന്നു ഇത് ഫുൾ സ്റ്റാക്കായിട്ട് ഓക്കെ അതാണെന്ന് തോന്നുന്നു ഇച്ചിരി കൂടെ നല്ല. അതാകുമ്പോൾ എനിക്ക് ഡയറക്റ്റ് പിന്നെ മ്യൂസിക്കും ഇച്ചിരി എഡിറ്റൊക്കെ ചെയ്താൽ കൊണ്ട് ഞാൻ വലിയ എഡിറ്റൊന്നും ചെയ്തില്ല, എന്നാലും ആ ഒരു രീതിക്ക് അങ്ങ് ഇട്ടാൽ മതി. ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്ത് അതിൻ്റെ വൈഫൈക്ക് എന്തൊരു കുഴപ്പം, അയ്യോ എന്തിനാവുന്ന അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇതൊക്കെ കണ്ട, ഇതൊക്കെ ഞാൻ ചുമ്മാ തട്ടിക്കൂട്ടി വെച്ചേക്കുക. അവിടെ മറ്റേ ആൻവിലൊക്കെ വെക്കാറുണ്ട് അതിൻ്റെ മണ്ടയിൽ, ഞാൻ അതൊന്നും വെച്ചിട്ടില്ല. അതൊന്നും ഉണ്ടാക്കാനുള്ള ശേഷി നമ്മുടെ ഇല്ല. അതാണ് ഇവിടെ ഞാൻ ഒറ്റ ബെഡ് വെച്ചിട്ടുണ്ട്, പിന്നെ നാട്ടിൽ ഇത് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ മറ്റേ കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയ സാധനമാണ്. മറ്റേ ഇങ്ങനത്തെ ഒരു കട്ട വെച്ചിട്ടുണ്ട്, ഒരു മുറിഞ്ഞ കട്ട, അതിന് വേണ്ടിയിട്ട് വെച്ചാണ് ഞാൻ ഒരു സാധനം. ഇതാണ് വീടിൻ്റെ ലുക്ക്. എനിക്ക് വുഡ് തികയാത്തതുകൊണ്ട് സത്യത്തിൽ ആ ഒരു നമ്മുടെ ഈ സമാന ആ ഒരു ചുമന്ന കളറ് മരം കണ്ട വുഡ്, ആ ഒരു വുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റില്ല അത് വെച്ചിട്ട് ചെയ്തതാണ്. ഐ മീൻ നമുക്ക് സത്യത്തിൽ ഇതല്ലായിരുന്നു വേണ്ടത്. ഈ വുഡിന് പകരം നമുക്ക് മറ്റേ എന്തു പറയുന്നത്, ഈ സ്നോ ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കത്തില്ലേ സ്ക്രൂസ് മരം, അത് തന്നെ സ്ക്രൂസ് മരം ആയിരുന്നു വേണ്ടത്. ഇവിടെ അവിടെ നിന്ന് സ്ക്രൂസ്, അപ്പം നമുക്ക് സ്ക്രൂസ് കിട്ടാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് എന്തായാലും ഫാം ഉണ്ടാക്കാൻ പോകണം. ഫാം നിങ്ങൾ പേടിക്കുന്നു വേണ്ട, ഇതേപോലെ വൃത്തിയുടെ രീതിയിലൊന്നും ഞാൻ ചെയ്ത് നോക്കിയതില്ല. ഞാൻ എന്തായാലും നേരെ പോയിട്ട് നമ്മുടെ ഫാമിനുള്ള പണി എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴത്തേക്കും മഴയും തുടങ്ങി. ഇതാണ് നമ്മുടെ വീടിൻ്റെ ലുക്ക്. വലിയ ലുക്കൊന്നുമില്ല. എനിക്കൊന്ന് സ്ക്രൂസ് ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഒരു ഇത് വന്നേനെ. ഇതൊരുമാതിരി ഇതെന്തുമാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് വുഡിനെ ഒരു ക്ഷാമമുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ പിന്നെ ചെയ്യും. വുഡിനെ ഒരു ക്ഷാമമുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇവിടെ നേരത്തെ എനിക്ക് തോന്നുന്നു 1.20 ആയതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വേൾഡിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഷാഡർ ഇടാം. ഷാഡർ ഇട്ട വെച്ച് കൂടെ സീനായിരിക്കും. കഴിച്ചെന്തായാലും രാവിലെ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു മരം ഞാൻ നേരത്തെ നട്ട് പിടിപ്പിച്ചാണ് ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയത്. പിന്നെ ഓക്കെ, കുറച്ച് വുഡിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട്. പിന്നെ കുറച്ച് സ്റ്റോണും വേണമായിരുന്നു, അത് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോണേന്ന്, ഇവിടെ ഈ ഒരു സ്ഥലത്തായിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോണത്. ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഡയറക്റ്റൊക്കെ ഇട്ട് നികത്തേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെയാണ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോണത്. ഇവിടെ നമ്മൾ
പ്രത്യേകിച്ച് അത്രയ്ക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പോണില്ല. ആദ്യം ഉദ്ദേശിച്ച ഇതല്ല, ഞാൻ ആദ്യം ഒരു മറ്റേ സർക്കിൾ അയച്ചിട്ട് ഇതാണ് ഉദ്ദേശിച്ചത്. ഞാൻ അത് ഇതിൽ പണിയുകയും ചെയ്ത്, പക്ഷേ അതിൽ കാണിച്ച കണക്ക് ഒരിക്കലും സർക്കിൾ വരുന്നില്ല. അതുകൊണ്ട് ഇതെന്തോ അത് ഞാൻ റെക്കോർഡിങ് ഓഫായിരുന്നു. അപ്പോൾ ആ ഒരു സർക്കിൾ വരാത്തത് കൊണ്ട് തന്നെ ഞാനതൊക്കെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഈ നമുക്ക് ഇനി സിനിമാറ്റിക് ആഡ് ചെയ്താലോ, പിന്നെ ഫോണിൽ റെൻഡർ ആവാൻ പാടാമെന്നോ അങ്ങനെ എന്തെങ്കിലും അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ആ സാധനം യൂസ് ചെയ്യാൻ പറ്റാത്ത. അത് കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്കൊരു പി സി ഒക്കെ ബിൽഡ് ചെയ്തിട്ട് സാധനം സെറ്റാക്കാം. സീൻ കുറച്ച് ഡെർട്ട് എന്തായാലും വേണം. നമ്മൾ ആ ഒരു സ്ഥലം എന്തായാലും നീട്ടി പണിയണമല്ലോ, അപ്പോൾ എന്തായാലും അതിൻ്റെ ആവശ്യം വരും. ഇത് പണിയുന്ന സ്പീഡിലങ്ങ് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ പെട്ടെന്ന് തീരും. അതുകൊണ്ട് നമുക്കിത് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഇതാണ് ഞാൻ പണിഞ്ഞതിൻ്റെ പാട് ഇപ്പോഴും ഇതിനകത്തുണ്ട്. ഈ കട്ടയാണടേ പാട്. ഇത് സ്മെൽറ്റ് ചെയ്തെടുക്കണം. നമുക്ക് എന്തുകൊണ്ട് മറ്റേ കോബിൾ സ്റ്റോൺ യൂസ് ചെയ്തുകൂടാ? അതല്ലേ ഇച്ചിരി കൂടെ ബെറ്റർ. അപ്പോൾ എനിക്കൊന്ന് ഏകദേശം പണി എന്തായാലും ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഓക്കെ ഇപ്പോൾ സീനായി. ഇനി നമുക്കവിടെ വെള്ളം ഒഴിക്കാൻ ഞാൻ എന്തായാലും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും വേണ്ട, ഇനി അപ്പുറത്തെ സൈഡിലും കുറച്ച് മണ്ണ് നിരത്തണം. ആ ഒരു സംഭവമുള്ളൂ. ഇവിടെ കുറച്ച് വുഡ് ഇടണം. എൻ്റെ ഒരു ഐഡിയ, അതായത് നമ്മൾ സിനിമാറ്റിക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഇച്ചിരി കൂടെ ഹൈ എൻഡ് സാധനം വേണം. ഹൈ എൻഡ് എന്ന് വെച്ചാൽ പി സി ലെവൽ സാധനം വേണം. അപ്പം റെൻഡർ ആവാൻ പാടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെയും കൂടെ മൾട്ടിപ്ലെയറിനകത്ത് ആഡ് ചെയ്താലോ, എന്നിട്ട് അവനെ കൊണ്ട് അതിന് ക്രിയേറ്റീവ് ആകണമല്ലേ. അത് സ്പെക്ടേറ്ററും ആക്കുന്നത് എങ്ങനെയാണ് ഇനി? അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇതിനകത്ത് എങ്ങനെ ക്രിയേറ്റീവ് ആക്കുന്നത്? ഇതിനകത്ത് നമ്മുടെ പോക്കറ്റ് എഡിഷനിലാണെങ്കിൽ ക്രിയേറ്റീവ് ആകുന്ന ഒരു ഓപ്ഷനുണ്ട്, ഈ സ്പെക്ടേറ്റർ ആക്കുന്നൊരു ഓപ്ഷനുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ ഓപ്ഷനുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ നോക്കിയിട്ടൊന്നും ആ ഓപ്ഷൻ കാണുന്നില്ല.
അത് ഞാൻ ഇപ്പോൾ എന്തോ ചെയ്യണമെന്ന് അറിയില്ല, എനിക്കൊന്ന് പറഞ്ഞു തരി. എന്നാൽ നമുക്ക് മറ്റേ സാധനം സെറ്റ് ചെയ്യായിരുന്നു. പക്ഷെ അതൊരു ചീറ്റിംഗ് ആയിട്ട് മാറും, അതുകൊണ്ട് അതൊരു നല്ല ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, നോക്കട്ടെ, ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് തീർന്നു, ഒന്ന് ട്രൈ അടിച്ച് നോക്കാം. അതായത് അതല്ല, നമുക്ക് ഫാബ്രിക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ടെസ്റ്റ് അടിച്ച് നോക്കാം വർക്ക് ആവുന്നുണ്ടോ എന്ന്. ഇച്ചിരി ലോ ആയിട്ടുള്ള ഏതെങ്കിലും വെർഷൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ ശരിയാവത്തില്ല, ഇല്ലെങ്കിൽ അതൊരു ചീറ്റിംഗ് ആണെന്ന് പറയും. ഇത്ര മതിയില്ലേ സാധനം. പിന്നെ ഞാൻ സാധനങ്ങളെല്ലാം നമ്മളെല്ലാം സെറ്റാക്കി. നമുക്കിനി വേണ്ടൊരു സാധനമാണ് ഈ ജാവയിലെ അയൺഗോളം ഉണ്ടല്ലോ, ഒറ്റടിയൊക്കെ നമ്മളെ കൊന്നു കളയും. വടമണി. അതായത് നമ്മൾ ഈ ബെഡ്റോക്കും ജാവയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എനിക്കിതാ വരുന്നു കേട്ടാ, എന്തുവാടി ഇതൊക്കെ. എനിക്ക് ജാവനെ പോയി പൊട്ടിച്ചിട്ട് കേട്ട് ഉയ് വാ. ഞാൻ വിളിച്ചത് അതിൻ്റെ ഒരു മറന്നു വന്ന്. എടാ പെട്ടെന്നൊരു ഒരു ബ്ലോക്കും കൂടെ വെക്കുക, ഒരു സേഫ്റ്റിക്ക്. 3 ബ്ലോക്ക് 4 ബ്ലോക്ക് കണ്ട വെച്ചാൽ പോരെ, 4 ബ്ലോക്ക് വെക്കണം, 3 ബ്ലോക്ക് വെച്ചാൽ പോരെ. ഓക്കെ. അപ്പം നമുക്ക് അയൺ എന്തിനാന്ന് വെച്ചാൽ വാട്ടർ ബക്കറ്റ് വേണം. വാട്ടർ ബക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ സാധനം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് കൃഷിയും കാര്യമൊക്കെ ചെയ്യാം. ഇത് ഞാൻ എന്തോ ചെയ്യുന്നത് ചാവാത്തേന്നാ. നമ്മുടെ ഇതിൻ്റെ അടുത്ത് തന്നെ മറ്റേ സാധനം ഉള്ളതുകൊണ്ട് ചെയ്യുന്നില്ല. വില്ലേജ്, അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, ഹാസ് മെയ്ഡ് അച്ചീവ്ഡ് ഹാർഡ്വെയർ. സത്യം, ഞാൻ ഈ ഒരു വേൾഡ് വന്നിട്ട് ഇപ്പോഴാണ് കളക്ട് ചെയ്യുന്നത്. ഇനി എൻ്റെ വീട് കണ്ടുപിടിക്കണമല്ലോ. ഞാനൊരു വീട്ടിൽ വന്നിട്ടുണ്ട്. ഇത്ര സാധനം ഇവിടെ വെക്കുക, അതിന് അത്രയ്ക്ക് ചെയ്യണമെന്നും എൻ്റെ ഇല്ലല്ലോ. 4-5 ആണങ്ങാണ്ടല്ലേ ഉള്ളായിരുന്നു. ഓക്കെ, നമുക്കതായാലും വാട്ടർ എടുത്തിട്ട് അതിനകത്ത് എടുത്തിട്ട് ഒഴിക്കാം. എന്ത് 1 2 ഞാൻ താഴെ ചാടുന്ന എന്തിനാണ്? ഒരു 4-5 എണ്ണം പോലെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാക്കത്തില്ലേ? എന്തായാലും ഒന്നും കൂടി ഇരിക്കട്ടെ. ഞാൻ താഴെ ചാടുന്ന എന്തിനാ കേട്ടാ? എനിക്കൊന്ന് ഈ വീടിച്ച് കൂടെ ഷോർട്ടാന്ന് കേട്ടാ. ഷോർട്ടില്ലേ തന്നെ ഷോർട്ടാ. ഓക്കെ. ഇത് തികയോ അതോ ഇവിടെയും വെക്കേണ്ടി വരുമോ? ഇത് മതിയായിരിക്കുമെന്നാണ്. നമുക്കിത് വെച്ചിട്ട് എന്തിനോടൊക്കെ ഇനി ഒരയണുണ്ട്. ഷീൽഡ് വെച്ചേക്ക് ആവശ്യം വരും. ഓക്കെ, എന്തായാലും അത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്തായാലും ചെറുതായിരുന്നു, കാരണം ഫാം ചെറുതായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് വൈഫൈ ഇല്ല വീട്ടിൽ. അപ്പം വലിയ വീഡിയോകളൊക്കെ എക്സ്പോർട്ട് ചെയ്തെടുക്കണമെങ്കിൽ നെറ്റ് വേണം. അത് യൂട്യൂബിൽ ഇടണമെങ്കിൽ നെറ്റ് വേണം. അത്ര നെറ്റ് ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കും? അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്ര. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അതായിരിക്കും ഞാൻ പോണു.